ഒരുപാട് പരിപാടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിലവില് അവരൊന്നും ഇല്ലെങ്കിൽ കൂടി അവരുടെ പെർഫോമൻസിനെ പറ്റി സിനിമയിൽ അവരൊക്കെ ചെയ്തേക്കുന്ന പരിപാടി പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ. ഉറപ്പായിട്ടും ഇതില് കോട്ടനീസിക്ക, അസീസിക്ക, ബിനു തൃക്കാക്കര, പിന്നെ ഷൈൻ ചേട്ടൻ, മാല ചേച്ചി, ടിനി ടോം, അല്ല അങ്ങനെ അശോകൻ ചേട്ടൻ, എണ്ണി ഒടുങ്ങാത്ത അത്രയും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് പേരാണ്. ഞാൻ ഷൈൻ ബ്രോയായിട്ട്, നീ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഷൈൻ ബ്രോയായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഷൈൻ ബ്രോ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആളാണ്. ഭയങ്കര എങ്ങനെയൊക്കെ ഓടിക്കളിച്ച് നിങ്ങൾ പുറകെ വഴി ചാടി നടക്കുന്ന ആളാണെങ്കിൽ ലൊക്കേഷനിലെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവുകയും ഡയലോഗുകൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന അതൊരു അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൈൻ ബ്രോന്റെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നസീർക്ക, കോട്ടൻ നസീർക്കനെ ഭയങ്കരമായിട്ട് ലവബിൾ ക്യാരക്ടറാണ്. അസീസിക്കയാണ് ഇതിലൊരു ഞെട്ടിക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ നാളെ തിയേറ്ററിൽ തന്നെ കണ്ടാണ്. അസീസ്ക്ക ഒരു ഞെട്ടിക്കലുണ്ട് ഈ പടത്തിൽ. അസീസ്ക്ക തന്നെ ഞെട്ടി. പുള്ളിയുടെ ഇടം പടം ഇത്ര നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പടം കണ്ടിട്ട് അങ്ങനെ അവരെല്ലാവരും ഉണ്ട്. അശോകൻ ചേട്ടൻ, മാല ചേച്ചി, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള എല്ലാവരെയും ദി ബെസ്റ്റ് പെർഫോമൻസും കൂടി ഉണ്ടാവും ഇൻഡിവിജ്വലി. അതാണ് ആ റൈറ്റിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. എല്ലാവർക്കും ഒരു സീൻ പെർഫോം ചെയ്യാനുണ്ട്. അതാണ് ശുക്രനിലെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം.